കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ഡോക്ടറും കവിയും ഗായകനും ഭരണകർത്താവും ഒരേ സമയം ആയ ഒരു നേതാവുണ്ടെങ്കിൽ അത് ഡോക്ടർ എം. കെ. മുനീർ സാഹിബ്. 1962 ഓഗസ്റ്റ് 26 ജനിച്ച ഡോക്ടർ എം. കെ. മുനീർ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി സി. മുഹമ്മദ് കോയയുടെ പുത്രനാണ്. കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നും MBBS പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചു. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, അറബി എന്നീ 5 ഭാഷകളിലും അദ്ദേഹത്തിന് പ്രാവീണ്യമുണ്ട്. 1991 മുതൽ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ മുനീർ 1996, 2001, 2011, 2021 വർഷങ്ങളിലും ജനപ്രതിനിധിയായി. കെ ആന്റണി സഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ സാമൂഹ്യക്ഷേമ പഞ്ചായത്ത് മന്ത്രി ആയും പ്രവർത്തിച്ചു. 3 തവണ ഇന്ത്യയിലെ മികച്ച മന്ത്രി, സോഷ്യൽ വെൽഫെയർ വിഭാഗത്തിൽ ദേശീയ അംഗീകാരം, അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ നേതൃത്വം, NISH സർവകലാശാലയാക്കി ദേശീയ ശ്രവണ സംരക്ഷണ സ്ഥാപനത്തിന് യൂണിവേഴ്സിറ്റി പദവി നൽകി. സ്നേഹപൂർവം, സ്നേഹസ്പർശം, സമാശ്വാസം, ആശ്വാസകിരണം, ദുർബല വിഭാഗങ്ങൾക്കായുള്ള ക്ഷേമ പദ്ധതികൾ, കോഴിക്കോട് ബീച്ചിൻ്റെ ആഗോള നിലവാരത്തിലേക്കുള്ള ഉയർത്തലുകൾ, സ്കൂളുകളിൽ മാനസിക ആരോഗ്യ കൗൺസിലിംഗ്, ഫാസിസവും സംഘപരിവാറും എന്ന കൃതിക്ക് 1998 അച്യുതമേനോൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചു. വ്യക്തിത്വം വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിത്വം കാത്തുസൂക്ഷിച്ച, ജീവിതത്തിലുടനീളം വ്യക്തിശുദ്ധി കാത്തുസൂക്ഷിച്ച എം. കെ. മുനീറിൻ്റെ വരുന്ന വാർത്തകൾ, അദ്ദേഹത്തിൻ്റെ ജപ്തി ഭീഷണി നേരിടുന്നു. അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കറിയാം, കറകളഞ്ഞ ഒരു മുസ്ലിം ലീഗുകാരൻ്റെ പ്രവർത്തകൻ്റെ, എന്നാൽ ആരോഗ്യസ്ഥിതി വളരെ മോശമായതുകൊണ്ട് വിശ്രമം ആവശ്യമായതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം മത്സര രംഗത്ത് നിന്നും മാറി നിന്ന് മാതൃക കാണിച്ചു തന്ന ആ വ്യക്തിയുടെ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ മാതൃക പുതിയ വരുന്ന തലമുറക്കും ആധുനിക ചരിത്രത്തിലെ രാഷ്ട്രീയ ജീവിതത്തിൽ.